നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടി, 2ാം ക്ലാസ്സിലെ കുട്ടി വീട്ടിലേക്ക് വരുന്നു. 2 ജുസ് മുസാഫും പിടിച്ചിട്ട്, അല്ലെങ്കിൽ 1 ജുസ് മുസാഫും പിടിച്ച് ഒരു കുട്ടി വരികയാണ്. അപ്പൊ ആ കുട്ടിന്റെ കയ്യിൽ മുസാഫല്ലേ ഉള്ളത്. സിറ്റ് ഔട്ടിലിരിക്കുന്ന നമ്മൾ എണീറ്റ് കൊടുക്കൽ സുന്നത്താണ്. കുട്ടിന്റെ കയ്യിലുള്ള മുസാഫിന്റെ ബഹുമാനം കൊണ്ടാണ്. കുട്ടിനോടുള്ള ബഹുമാനം വരാൻ കാരണം കയ്യിൽ മുസാഫുണ്ട്. മുസാഫ് കാണുമ്പോ എണീറ്റ് നിൽക്കൽ സുന്നത്തല്ലേ. ഒരാൾ മുസാഫും പിടിച്ചിങ്ങനെ വരികയാണ്. അതാ ഒരാള് വീട്ടിൽ നിന്ന് മുസാഫുമായിട്ട് വരികയാണ് പള്ളിയിലേക്ക്. നമ്മൾ പള്ളിയിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അയാളങ്ങ് വന്നപ്പോ നമ്മൾ സ്വാഭാവികമായും എണീറ്റ് പോകണം. കാരണം ഖുർആൻ കണ്ടിട്ടാണ് എണീറ്റ് നിൽക്കുന്നത്. അത് സുന്നത്താണ്, വലിയൊരു ആദരവാണ്. ഖുർആൻ കേൾക്കുമ്പോ സംസാരിക്കാൻ പാടില്ല. ഖുർആൻ ഓതുന്നതിനിടയിൽ സംസാരം പാടില്ല. അല്ലാഹു തആലാന്റെ കലാം ആര് ഓതി എന്നുള്ളതല്ല വിഷയം. അതുകൊണ്ടല്ലേ അല്ലാഹു പറഞ്ഞു തന്നെ, വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ആര് ഓതി എന്നുള്ളത് പ്രശ്നമല്ല. ടേപ്പ് റെക്കോർഡ് ഓതിയാലും ശരി, മൊബൈൽ ഓതിയാലും ശരി, കമ്പ്യൂട്ടർ ഓതിയാലും ശരി, തത്ത തന്നെ ഖുർആൻ ഓതിയാലും ശരി. വൈദാ ഖുരിഅൽ ഖുർആനു എന്നാ പറഞ്ഞത്, ഖറആനല്ല. ഖുർആൻ ഓതപ്പെട്ടാൽ ആര് ഓതി എന്നുള്ളത് വിഷയമല്ല. ഖുർആൻ ഓതപ്പെട്ടാൽ എവിടെ ഓതി എന്നുള്ളതും വിഷയമല്ല. ഫസ്തമിഊ ലഹു വൻസിതു, അത് കേട്ടാ ചെയ്യേണ്ടത് സാഗൂതം ശ്രവിക്കണം, ഒന്നും മിണ്ടാൻ പറ്റൂല. ഖുർആനോത്ത് തീർന്നിട്ടല്ലാതെ പിന്നൊന്നും സംസാരിക്കാൻ പാടില്ല. അതൊരു വലിയ ബഹുമാനമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖുർആന്റെ വഹി ഇങ്ങനെ ഓതുമ്പോ അത് കേൾക്കുന്ന പുതിയ പുതിയ ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് കൈപിടിച്ചിട്ട് വിശ്വസിക്കാം. അപ്പൊ എന്ത് ചെയ്തു എന്നറിയോ? അവിടെയുള്ള സത്യനിഷേധികളായ ആൾക്കാർക്ക് തോന്നി, ഈ ഖുർആൻ കേട്ടിട്ടാണല്ലോ ഇപ്പൊ ഇവർക്ക് ഇങ്ങനെ പോണത്. അപ്പൊ അവര് പറഞ്ഞു, ലാ തസ്മഉ ലി ഹാദൽ ഖുർആൻ, ഖുർആൻ കേൾക്കരുത് കേട്ടോ. കുറെ ആൾക്കാർക്ക് കാതിൽ വെക്കാൻ പഞ്ഞു കൊടുത്തു. കാതിൽ വെക്കാൻ പഞ്ഞു കൊടുത്തു. മക്കയിലേക്ക് വന്നപ്പോ കാതിൽ വെക്കാൻ പഞ്ഞ് അത്ര തേച്ചാണ് കൊടുക്കല്ല, കേൾക്കാതിരിക്കാൻ. ആ പഞ്ഞ് കിട്ടിയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട തുഫൈൽ